ത്രീ വീലർ സെഗ്മെന്റിൽ 200 കിലോമീറ്റർ റേഞ്ചുമായി മഹേന്ദ്ര കൊണ്ടുവന്നിരിക്കുന്ന ഒരു അഡാർ ഐറ്റമാണ് മഹേന്ദ്ര ഊഡോ. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോപ്ലേ എന്നാണ് മഹേന്ദ്ര ഊഡോനെ വിശേഷിപ്പിക്കുന്നത്. പൂർണ്ണമായും ഒരു മെറ്റൽ നിർമ്മിത ബോഡിയാണ് മഹേന്ദ്രയിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഫിറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെ നമുക്ക് തൊട്ടറിഞ്ഞ് അറിയാൻ പറ്റും. പിന്നെ ഇവിടെ ആയിട്ട് തന്നെ ഊഡോ എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. ഇവിടെ മഹേന്ദ്രയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഒരു ബോൾഡ് ടൈപ്പ് ഹെഡ് ലാമ്പാണ് ഇതിന് മഹേന്ദ്ര കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മുന്നിൽ തന്നെ നോക്കുവാണെങ്കിൽ ഡുവൽ ഫോർക്കും പിന്നിൽ ഇൻഡിപെൻഡൻസ് ഫോർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. മുന്നോട്ട് കഴിയുമ്പോൾ തന്നെ വലിയൊരു വിൻഷീൽഡാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ വലിയൊരു വൈപ്പർ നമുക്ക് കാണാം. ഒരു കാർ ടൈപ്പ് വൈപ്പറാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നോർമൽ ഓട്ടോകളിൽ കാണുന്ന ഒരു വൈപ്പറല്ല, നല്ലൊരു വലിയ വൈപ്പറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ പാസഞ്ചർ സീറ്റിലേക്ക് ഇനി പോകാം. ഇതിന്റെ അത്യാവശ്യം ഒരു 3 പേർക്ക് സുഖമായി ഇരുന്ന് പോകാനുള്ള ഒരു സ്പേഷ്യസ് ഉണ്ട് ഇതിന്. ലെഗ് റൂമും വളരെ വൈഡാണ്. പിന്നെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള, എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 6'8" ആണ്. അപ്പൊ അതെനിക്ക് സുഖമായിട്ടിരിക്കാം. അപ്പൊ അത്യാവശ്യം നല്ല എന്നൊക്കെ ഹൈറ്റുള്ളവർക്കും ഇത് വളരെ സുഖമായി തന്നെ ഇരിക്കാം. പിന്നെ സീറ്റൊക്കെ വളരെ കംഫർട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരു കുഷൻ സീറ്റാണ് മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഡോറിൽ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഇത്രയും കുപ്പിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ സ്റ്റോർ ചെയ്യാവുന്ന ഒരു ഫെസിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അകത്തെ ഡിജിറ്റൽ ഡിസ്പ്ലേയുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് മഹേന്ദ്രയിൽ കൊടുത്തിരിക്കുന്നത്. 3 ഡ്രൈവ് മോഡുകളാണ് ഇതിനുള്ളത്. റേഞ്ച്, റൈഡ്, റേസ് ആണ് ഇതിന് 3 മോഡുകളായിട്ട് വരുന്നത്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെയാണ് സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഒരു മാനുവൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലെ ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റർ, ഹോണൊക്കെയാണ് വളരെ ഒരു മാനുവൽ സെറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഹസാർഡ്, വൈപ്പർ, പിന്നെ ഇവിടെ ലൈറ്റിന്റെ ലോ ബീം, ഹൈ ബീം ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡ്രൈവർക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ തന്നെ ഒരു ബാറ്ററിയുടെ സ്വിച്ച് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഉപയോഗപ്രദമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇവിടെ തന്നെ നമുക്കൊരു ചാർജിംഗ് ബോർഡ് കൊടുത്തിട്ടുണ്ട് 12 വോൾട്ടിന്റെ. അത് വളരെ മിനിമൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഒരു സ്പേസസ് അല്ലാത്ത രീതിയിൽ. അത് നമ്മളിങ്ങനെ തുറന്നു കാണിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ചെറിയൊരു ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട്. ഡ്രൈവർ സീറ്റിന്റെ അടിയിലാണ് ബാറ്ററി കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം കവറൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട്. നല്ല ഹീറ്റിംഗ് ഒന്നും അധികം പുറത്തോട്ട് വരുന്നതാണ് വരുന്നത്. ബാറ്ററി 11.7 കിലോ വാട്ട് കപ്പാസിറ്റിയാണ് ബാറ്ററിക്കുള്ളത്. പിന്നെ ബാറ്ററിയുടെ ഒരു ഏകദേശം ഫുൾ ചാർജിൽ 200 കിലോമീറ്റർ റേഞ്ച് വരെ ഇതിന് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 55 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത്. പിന്നെ ഹാൻഡ് ബ്രേക്ക് വരുന്ന ഡ്രൈവറിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. അത് വളരെ കാറിന്റെ ടൈപ്പാണ് അതും വരുന്നത്. അത് വളരെ ഒരു എന്താ പറയുക, ഒരു പ്രീമിയം ഫീൽ വരുന്ന ഒരു ഹാൻഡ് ബ്രേക്ക് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് റീജനറേറ്റിംഗ് ഇതിൽ വണ്ടി വന്നിരിക്കുന്നത്. കാരണം വണ്ടി ഇപ്പം നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴും ഇത് റിവേഴ്സ് ചെയ്യുമ്പോഴൊക്കെ വണ്ടി
ബാറ്ററി ഓട്ടോ റീചാർജ് ആവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് 120/80 സൈസാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പുറകിലും ഫ്രണ്ടിലും ഡ്രം ബ്രേക്കാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ആണെങ്കിലും ബോക്സ് ടൈപ്പ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഹാലോജൻ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഇൻഡിക്കേറ്റർ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത്യാവശ്യം ബ്രൈറ്റർ ആയിട്ടുള്ളൊരു ലൈറ്റ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. രാത്രി കാലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഹാലോജൻ ആയതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റി തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിന് നമ്മൾ ബാക്കിലേക്ക് പോകണമെങ്കിൽ ഇതാണ് ഇതിൻ്റെ ബാക്ക് സ്പേസ് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ നാട്ടിൽ പുറത്തുള്ള ഓട്ടോയുടെ അത്ര ബാക്ക് സ്പേസിന് കുറവാണ്. ഇതിൻ്റെ സ്റ്റെപ്പിനെയും ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ടൊരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻഡിക്കേറ്റർ ഹെഡ്ലൈറ്റ് ഹോണിന് ആ ഒരു ഇതിനു വേണ്ടിയാണ് ഈ ബാറ്ററി കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നോക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു പ്രീമിയം ഫീലൊക്കെ ഉണ്ട്. നല്ലൊരു ക്വാളിറ്റിയാണ്. ഒരു സ്പേസ് കുറവാണെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ബാക്കിൽ എനിക്ക് കണ്ടിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്ന റൈഡറിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ്. ഈ ബാറ്ററിയുടെ തൊട്ട് ഇവിടെ തന്നെയാണ് ചാർജിങ് പോർട്ട് വരുന്നത്. അത്യാവശ്യം ഒരു സേഫ് സ്ഥലത്ത് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. വലിയ മഴയൊക്കെ വന്നാലും വലിയ വിഷയം ഉണ്ടാവില്ല. അവിടെ അത്യാവശ്യം ഒരു അകത്തോട്ട് കയറി തന്നെയാണ് ഇരിക്കുന്നത്. 1.5 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 6 വർഷം വരെയാണ് ബാറ്ററിയുടെ വാറണ്ടി പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മഹേന്ദ്ര ഉള്ളയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് എത്തിക്കാനായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. സോ സൈനിങ് ഓഫ് ബൈ കാർണസ്.